വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവനാ. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. മർക്കോസ് അറിയിച്ച സുവിശേഷം 16:20 പറയുന്നത് പോലെ അങ്ങയുടെ വാക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് സ്ഥിരീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചാണ് വചനം പങ്കുവയ്ക്കുക. സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന, അവരെ ദൗത്യം ഭരമേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുക. നമ്മൾ വായിച്ചു, യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മലമുകളിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ ആരാധിച്ചു. ആരാധന എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്ത വിശുദ്ധ കുർബാന എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. അങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശ്രവിക്കുന്ന സ്വരം എന്തായിരിക്കുമെന്ന് വചനം സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 20-ാമത്തെ തിരുവചനം, അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ശിഷ്യന്മാർക്ക് യേശു നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം, ഉറപ്പ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കും. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാമത്തെ അധ്യായം 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബിന് ദൈവം കൊടുക്കുന്ന വലിയ ഒരു വാഗ്ദാനമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഉൽപ്പത്തി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭത്തിലുള്ള ഏറ്റവും ആദ്യത്തെ പുസ്തകമാണല്ലോ. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ദൈവം അതേ വാഗ്ദാനം ആവർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മയൊക്കെ അസ്വസ്ഥരാക്കുന്ന ഒരു ചിന്ത സ്നേഹിക്കാനും കരുതാനും ആരുമില്ല എന്നതാണ്. പക്ഷേ വിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം നമ്മൾ തനിച്ചല്ല എന്നുള്ളതാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനം, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ദൈവം അടുത്തേക്ക് വരുന്നത് വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെയാണ്. ഈ അടുത്ത നാളുകളിൽ എക്ലേസിയ ദെ യൂക്രിസ്ത്യ എന്ന് പറയുന്ന ചാക്രിക ലേഖനം ഒന്നുകൂടി വായിച്ച് ധ്യാനിച്ചു. 2003 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനമാണ്, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ലേഖനം. അതിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ്: നമ്മൾ തനിച്ചല്ല എന്നുള്ള സത്യം. പ്രിയമുള്ളവരെ,
സഭ രൂപപ്പെട്ടു വരുന്നത് കുർബാനയിൽ നിന്നുമാണ് എന്ന് പിതാവ് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവം എപ്പോഴും നമ്മുടെ ഒപ്പമുണ്ട്. പഴയ നിയമത്തിൽ ഏശയ്യായുടെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്. ഏശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നമുക്കൊരിക്കൽ കൂടി പുതിയ നിയമത്തിലേക്ക് വരാം, മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ആരംഭത്തിലേക്ക്. അവിടെ വീണ്ടും നമ്മൾ ഇതേ വചനം കാണും. മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ വിശുദ്ധ യൗസേപ്പിന് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. 1-ാം അധ്യായം 22 മുതലുള്ള വചനഭാഗം ഇതാണ്. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വശം എന്ന് പറയുന്നത് അത് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൂടെയുള്ള ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ, ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ആരാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട സത്യം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള വചനഭാഗം, അവിടെയും ദൈവം പറയുന്നത് ഇതേ കാര്യമാണ്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള വചനഭാഗം. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും. നോക്കുക, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഒപ്പം വസിക്കുന്നത്? നമ്മുടെ കണ്ണുനീർ, ദുഃഖത്തിൻ്റെ കാരണങ്ങൾ തുടച്ചു നീക്കാൻ. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ തന്നെ 25-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനഭാഗം. യെശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ ഇപ്രകാരം നമ്മൾ വായിക്കും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും, ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം, ഇതാ കർത്താവ്, നാം അവിടുത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പോൾ ദിവ്യകാരുണ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ദൈവം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടുന്ന് നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റും. നമ്മൾ തനിച്ചല്ല എന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ഈ താബോർ ധ്യാന കേന്ദ്രത്തിൽ ഒരുപാട് ആളുകൾ ധ്യാനിക്കാൻ വരാറുണ്ട്. വരുന്ന പലരുടെയും ദുഃഖം എന്ന് പറയുന്നത് തനിച്ചാണ് എന്നുള്ളതാണ്. എന്നെ കരുതാൻ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നതാണ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഉള്ളവർക്ക് പോലും അങ്ങനെ തോന്നുന്ന നിമിഷങ്ങളുണ്ടാകും. നമുക്ക് സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്. പക്ഷേ ചിലപ്പോഴെല്ലാം ആരും ഒപ്പമില്ല എന്ന് തോന്നാനിടയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. ദിവ്യകാരുണ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ധ്യാനിക്കണം. അപ്പോൾ ഒരു സ്വരം കേൾക്കും, നമ്മൾ തനിച്ചല്ല. ദൈവം നമ്മോട് പറയും, ഞാൻ ഒപ്പമുണ്ട്. എത്രയോ ആവർത്തിയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു വാഗ്ദാനം നമ്മൾ കാണുക. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക.
ദൈവം വലിയ ഒരു ഉറപ്പ് നൽകുകയാണ്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പഴയ നിയമം എടുത്ത് വായിക്കുമ്പോൾ ഇതേ ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മളവിടെ കാണുക. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം. എപ്രകാരമാണ് ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്തത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 22-ാം തിരുവചനം. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല. നോക്കുക, ഈ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നു. പക്ഷേ തനിച്ചല്ല. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവരുടെ ഒപ്പമുണ്ട്. പകൽ യാത്ര ചെയ്യുമ്പോൾ, മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഈ ജനം തളർന്നു പോകരുത് എന്ന് കരുതിയിട്ട് ദൈവം ഒരു മേഘവിരിപ്പായി അവരുടെ മുൻപിൽ നിന്നു. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കാലുകൾ ഇടറരുത് എന്ന് ചിന്തിച്ച് വെളിച്ചമായി അഗ്നിയായി അവരുടെ മുൻപേ യാത്ര ചെയ്തു. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. ആ വചനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. പ്രിയമുള്ളവരെ, ഒരു പിതാവ് പുത്രനെ എന്ന പോലെ ദൈവം നമ്മെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. എപ്പോഴും ദൈവം നമ്മുടെ ഒപ്പമുണ്ടായിരുന്നു. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു കഥയുണ്ടല്ലോ. കടൽ തീരത്തുകൂടി നടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ നടന്നു പോകുമ്പോൾ 4 കാൽപാദങ്ങൾ കാണുന്നുണ്ട്. 2 ആ മനുഷ്യൻ്റേതും 2 ദൈവത്തിൻ്റേതും. ഒപ്പം നടക്കുന്ന ദൈവം. പക്ഷേ അയാളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നു, വേദനകൾ കടന്നു വന്നു. അപ്പോഴതാ 2 കാൽപാദങ്ങളായി കുറഞ്ഞു. ഈ മനുഷ്യൻ പരിതപിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായപ്പോൾ എന്നെ നീ വിട്ടുപോയില്ലേ? ദൈവം കൊടുത്ത ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം പറഞ്ഞു, ആ കാണുന്നത് നിൻ്റേതല്ല, എൻ്റെ കാൽപാദങ്ങളാണ്. കാരണം ആ സമയത്ത് നിന്നെ ഞാൻ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നിയമാവർത്തന പുസ്തകം നമ്മോട് പറയുന്നു, നമ്മൾ കടന്നു പോരുന്ന വഴിയിലെല്ലാം ദൈവം നമ്മെ കരങ്ങളിൽ വഹിക്കുന്നു. നമ്മുടെ ഒപ്പമുള്ള കൂടെയുള്ള ദൈവം. മരിയ ഫൗസ്റ്റീനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവകരുണയുടെ പ്രവാചകയാണ്. ദൈവകരുണയെക്കുറിച്ച് ലഭിച്ച വെളിപ്പെടുത്തലുകൾ എഴുതിയിട്ടുള്ള ആ ഡയറി എടുത്തു വായിച്ചാൽ അതിൽ നമ്മൾ വായിക്കുന്ന ഒരു മനോഹരമായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദൈവം വിശുദ്ധയോട് പറയുകയാണ്, ഞാൻ അപ്പമായി മാറിയത്, വിശുദ്ധ കുർബാനയായി മാറിയത് മറ്റൊന്നിനും വേണ്ടിയല്ല, എൻ്റെ മക്കളുടെ ഒപ്പം വസിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മക്കളെ വിട്ടുപോകാതിരിക്കാൻ, അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശുദ്ധ കുർബാനയായി മാറിയത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ജീവിതത്തിൻ്റെ ഒരവസ്ഥയിലും തനിച്ചല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി ധ്യാനത്തിന് വന്നു. ഒരു ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് വന്നതാണ്. ആദ്യ വെള്ളിയാഴ്ച വളരെ മനോഹരമായ ശുശ്രൂഷയാണ്. 5 ഭാഷകളിൽ വചനം പ്രഘോഷിക്കപ്പെടുന്ന ഒരു ദിവസം. ആയിരക്കണക്കിന് ആളുകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസം. ഈ പെൺകുട്ടിയുമായി ഇവിടെ വന്നത് ഒരു സന്യാസിനിയാണ്. ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ ഇവളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഫാദർ, വി കനോട്ട് ട്രസ്റ്റ് ഹെർ. ഇവളെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ആശ്രയിക്കാൻ പറ്റില്ല. ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു. അവൾ പറഞ്ഞു, എന്തെല്ലാം ആ സിസ്റ്റർ പറഞ്ഞോ അതെല്ലാം ശരിയാണ്. ഞാനൊരു അനാഥയാണ്, കഴിയുന്നത് ഇവരുടെ മഠത്തിലാണ്. എല്ലാ ദിവസവും എനിക്ക് തോന്നുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകും, എനിക്ക് തോന്നുമ്പോൾ മടങ്ങി വരും. ആരും പറയുന്നത് ഞാൻ കേൾക്കാറില്ല. അരുതാത്ത അശുദ്ധമായ ഒരുപാട് ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഈ അടുത്ത നാളുകളിൽ ഒരു പയ്യനുമായി ബന്ധമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അതിൽ നിന്നും ഞാൻ ഗർഭിണിയായി. 5 മാസം ഗർഭവതിയായിരുന്നപ്പോൾ പോയി കുഞ്ഞിനെ നശിപ്പിച്ചു. ഞാൻ ഗർഭവതിയായി എന്നറിഞ്ഞപ്പോൾ ആ പയ്യൻ എന്നെ വിട്ടുപോയി. പിന്നീട് ഞാനുമായി അവനൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഞാൻ പോയി കുഞ്ഞിനെ നശിപ്പിച്ചു. എൻ്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, എല്ലാം എനിക്ക് മറക്കാൻ പറ്റും, പക്ഷേ ആ കുഞ്ഞിനെ നശിപ്പിച്ചപ്പോൾ തകർക്കപ്പെട്ട
രക്തം ചിന്തുന്ന ശരീരം ഞാൻ കണ്ടു. അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, എൻ്റെ മുൻപിലിരുന്ന് കണ്ണുനീരൊഴുക്കി അവൾ കരഞ്ഞു. അവളുടെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ നശിപ്പിച്ചു, അതിൻ്റെ ഒപ്പം അവളെ വിശ്വസിക്കാൻ, അവളുടെ ഒപ്പം നിൽക്കാൻ ആരുമില്ല എന്നതാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഇതെല്ലാം സംഭവിച്ചാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. ഈ സന്യാസിനികൾ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും, നിന്റെ സുഹൃത്തുക്കൾ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, യേശു. ഞാൻ അവൾക്ക് ഒരു വചനം നൽകി. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 54-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. നമുക്കെല്ലാം അറിയാവുന്ന മനോഹരമായ ഒരു വചനമാണ്. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ദൈവം പറയുന്ന കാര്യമാണ്. എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. മലകൾ അകന്നുപോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും ഈ സ്നേഹം നിൻ്റെ ഒപ്പമുണ്ടാകും എന്ന് തമ്പുരാൻ ഉറപ്പ് നൽകുകയാണ്. അതാണല്ലോ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം തിരുവചനം നമുക്കറിയാവുന്ന വചനമാണ്. വചനം പറയുന്നു, ദൈവസ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. 22-ാം വചനം ഇതാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് ഈ പുതിയ സ്നേഹം, നവീകരിക്കുന്ന സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റുക? അത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. തൻ്റെ ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഒരു സത്യം, നമ്മൾ തനിച്ചല്ല എന്നുള്ള സത്യം അറിയണമെങ്കിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കണം. പിതാവ് പറയുന്നു, സഭ രൂപപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നുമാണ്. നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമം എടുത്തു വായിക്കുമ്പോൾ ഒപ്പം നടക്കുന്ന ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം, അത് വളരെ മനോഹരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുക. പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ അവർ എങ്ങനെയാണ് യാത്ര തുടർന്നത്? 40-ാമത്തെ അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 34 മുതലുള്ള വചനഭാഗം നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു, കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം യാത്ര ചെയ്തത് ദൈവം ഒപ്പം നടക്കുന്നു എന്ന് ഉറപ്പിച്ചിട്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 17-ാമത്തെ തിരുവചനം, 33-ാം അധ്യായം 17-ാമത്തെ തിരുവചനം ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. അതിതാണ്, കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. പ്രിയമുള്ളവരെ, മോശ എന്ത് കാര്യമാണ് യഹോവയോട് ദൈവത്തോട് ആവശ്യപ്പെട്ടത്? മോശ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, നീ ഞങ്ങളുടെ ഒപ്പം വരണം. നീ ഞങ്ങളുടെ ഒപ്പം വന്നില്ലെങ്കിൽ ഞങ്ങൾ യാത്ര തുടരില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയാൻ നമുക്കും പറ്റണം. ദൈവം നമ്മുടെ ഒപ്പം വേണം, ദൈവം നമ്മുടെ ഒപ്പം വരണം. അങ്ങനെയെങ്കിൽ മാത്രമേ യാത്ര തുടരാവൂ. പുറപ്പാട് പുസ്തകം അവസാനിക്കുന്നതും ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ്. മേഘം എപ്പോഴും ആ സമാഗമ കൂടാരത്തിലുണ്ടായിരുന്നു. മേഘം ഉയർന്ന് അവരുടെ മുൻപേ പോകുമ്പോൾ മാത്രമേ അവർ യാത്ര തുടർന്നുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പറ്റുന്ന ഒരു പാളിച്ച ഇതാണ്. മേഘം ഉയർന്നില്ലെങ്കിലും ദൈവം മുൻപേ പോകുന്നില്ലെങ്കിലും നമ്മൾ യാത്ര തുടരും. അങ്ങനെ യാത്ര ചെയ്താൽ അത് അനുഗ്രഹപ്രദമാകില്ല.
ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 26 അധ്യായം 11-12 തിരുവചനങ്ങൾ. ലേവ്യരുടെ പുസ്തകം 26 അധ്യായം 11-12 തിരുവചനങ്ങൾ. ദൈവം വീണ്ടും വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. അപ്പോൾ തമ്പുരാൻ പറയുന്നു, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഈ കൂടാരം എന്താണ്? ഈ കൂടാരം അവിടുത്തെ സക്രാരിയാണ്, അൾത്താരയാണ്. വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ യേശു സന്നിഹിതനായിരിക്കുന്ന ഇടമാണ് ഈ കൂടാരം. പ്രിയമുള്ളവരെ, നമ്മൾ തനിച്ചായി പോകുമ്പോൾ, ജീവിതത്തിൽ നിരാശയുണ്ടാകുമ്പോൾ ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. പുതിയ നിയമത്തിൽ തന്നെ ലൂക്കാസ് വിശേഷം 24 അധ്യായം അതാണല്ലോ നമ്മളോട് പറയുക. 13 മുതലുള്ള വചനഭാഗത്ത് 2 ശിഷ്യന്മാർ എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്നു. ജെറുസലേമിൽ നിന്നും നിരാശയോടുകൂടി, ദുഃഖഭാരത്തോടുകൂടി, തനിച്ചായിപ്പോയല്ലോ എന്ന ചിന്തയോടുകൂടി യാത്ര ആരംഭിക്കുന്നവരാണ്. പക്ഷേ എന്തുണ്ടായി? ലൂക്കാസ് വിശേഷം 24 അധ്യായം 15 തിരുവചനം ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായമാണല്ലോ അത്. 15 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. നമുക്കറിയാം, യേശു അവർക്ക് വേണ്ടി വചനം പങ്കുവച്ചു. യേശു അവർക്ക് വേണ്ടി അപ്പം മുറിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. തമ്പുരാനെ അവർ തിരിച്ചറിയുകയും വീണ്ടും ജെറുസലേമിലേക്ക് ദൗത്യം നിർവഹിക്കാനായി, ദൗത്യം തുടരാനായി മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഉദ്ധിതനായ കർത്താവ് ഒപ്പം യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന ഉറപ്പിതാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകാം. ആദ്യം നമ്മൾ കടന്നു ചെല്ലേണ്ട ഇടം ഏതാണ്? ആദ്യം കടന്നു ചെല്ലേണ്ട ഇടം നമ്മുടെ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് മുൻപിലാണ്, സക്രാരിക്ക് മുൻപിലാണ്. അവിടെ ആയിരിക്കുമ്പോൾ ദൈവം പറയും, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മോട് ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ തനിച്ചല്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം. ഞാൻ പറഞ്ഞതുപോലെ മത്തായി അറിയിച്ച സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എമ്മാനുവേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, നമ്മുടെ ഒപ്പമുള്ള ദൈവത്തെക്കുറിച്ച്. അതുകൊണ്ട് ആ ദൈവത്തെ മറക്കാതിരിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് ആ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.